നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. കൗമാരപ്രായക്കാരായ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വളരെയധികം മനപ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ PCOD. നമ്മളെ കാണാൻ വരുന്ന അമ്മമാർ അല്ലെങ്കിൽ കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് PCOD ഉണ്ടായിരുന്നു ഡോക്ടർ, അത് പോയോ എന്നൊന്ന് നോക്കണം, അത് കംപ്ലീറ്റ് ഭേദമായോ എന്നൊന്ന് നോക്കണം. അപ്പോൾ ഞാൻ അവരോട് പറയും, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ PCOD എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ന്യൂമോണിയ എന്നോ അല്ലെങ്കിൽ വയറിളക്കം എന്നോ അപ്പൻഡിസൈറ്റിസ് എന്നോ ഒക്കെ പറയുന്നത് പോലെ ഒരു അസുഖം വരുന്നു പോന്നു അങ്ങനത്തെ ഒരു കാര്യമല്ല. അത് നമ്മുടെ ജീവിത രീതി കൊണ്ടും നമ്മുടെ ശരീര പ്രകൃതി കൊണ്ടും നമുക്ക് വരുന്ന ഒരു മാറ്റമാണ്, ഒരു ഹോർമോണൽ മാറ്റമാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ PCOD. പക്ഷേ ഈ PCOD വരുന്ന കുട്ടികൾക്ക് അണ്ഡാശയത്തിനകത്ത് കൊച്ചു കൊച്ചു സിസ്റ്റുകൾ കാണും എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അവർ തെറ്റിദ്ധരിക്കുന്നത് അണ്ഡാശയത്തിലുള്ള സിസ്റ്റുകൾക്കാണ് PCOD എന്ന് പറയുന്നത്. PCODയെ പറ്റി സംസാരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. പക്ഷേ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കൗമാരപ്രായക്കാർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നത് ഈ 2-3 കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ കുട്ടികളുടെ മാസമുറ വരുന്നതിലുള്ള തെറ്റി വരുന്ന മാസമുറ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. രണ്ടാമത്, അവരുടെ മുഖത്ത് വരുന്ന മുഖക്കുരു, മുഖത്തും ശരീരത്തും വരുന്ന അധിക രോമ വളർച്ച, അല്ലെങ്കിൽ ധാരാളമായിട്ട് തലയിലെ മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. ഇങ്ങനെ ഈ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ പ്രായക്കാർക്ക് മനപ്രയാസമുണ്ടാക്കുന്നത്. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മാസവും കൃത്യമായിട്ട് മാസക്കുളി സ്ത്രീകൾക്കും കൗമാരപ്രായക്കാർക്കും വരേണ്ടതാണ്, വരുന്നുമുണ്ട്. കൂടുതൽ ആൾക്കാർക്കും, ഒരു 80% ആൾക്കാർക്കും എല്ലാ മാസവും 28-30 ദിവസം കൂടുമ്പോൾ രക്തസ്രാവം വരികയും അതൊരു 3 തൊട്ട് 5 ദിവസം കൊണ്ട് തീരുകയും ചെയ്യും. എന്നാൽ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ഈ മാസമുറയിൽ ക്രമത്തിലധികം മാസക്കുളി ബ്ലീഡിങ് വരികയോ രക്തസ്രാവം വരികയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് 28-30 ദിവസം കൂടുമ്പോൾ മാസമുറ വരാതിരിക്കുകയോ അല്ലെങ്കിൽ 45, 50, 60, 80, 90 ഇത്രയും ദിവസങ്ങൾ താമസിച്ചു വരികയോ ചെയ്യും. സാധാരണ ഏറ്റവും കൂടുതൽ കാണുന്നത് മാസമുറ കറക്റ്റായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. മാസാമാസം വരുന്നില്ല. ഒരു 15 ദിവസം താമസിച്ചോ അല്ലെങ്കിൽ 2 മാസം താമസിച്ചോ ഒക്കെയാണ് ഇവർക്ക് മാസമുറ വരുന്നത്. ഇങ്ങനെ താമസിച്ച് മാസമുറ വരുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായ രക്തസ്രാവം വരാം. അതായത് ഒരു ദിവസം തന്നെ 5-6 പാഡ് മാറ്റേണ്ട അവസ്ഥ, ആ മാസമുറയുടെ കൂട്ടത്തിൽ കട്ടകട്ടയായിട്ട് രക്തം പോകുന്ന അവസ്ഥ വരാം. ഇതിലും സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ഈ 50-60 ദിവസം കൂടുമ്പോൾ മാസമുറ വരുന്നു എന്ന് മാത്രമല്ല, മാസമുറ വളരെ കുറച്ചായിരിക്കും പോകുന്നത്. ചിലപ്പോൾ 1-2 തുള്ളി മാത്രം, ചിലപ്പോൾ ദിവസം 1 പാഡ് മാത്രം, ചിലപ്പോൾ 2-3 ദിവസങ്ങൾ മാത്രമേ ഈ ഒരു പാഡിൽ ഒതുങ്ങുന്ന രക്തസ്രാവവും ഉണ്ടായിരിക്കുകയുള്ളൂ. ചില കുട്ടികൾക്കാണെങ്കിൽ അത് ഇത്തിരി ഒന്ന് കാണിക്കും, നമ്മുടെ പാൻറ്റീസിൽ പറ്റുന്നത് പോലത്തെയുള്ള കറ പോലത്തെ മാസമുറ, അത് പക്ഷേ 10-20 ദിവസം നീണ്ടു നിൽക്കും. ഇത് എന്താണെങ്കിലും മാസമുറ കൂടി വന്നാലും കുറഞ്ഞു വന്നാലും ശരിക്ക് പോകാതിരുന്നാലും ഒക്കെ തന്നെ ഇതൊരു മാനസികമായ ബുദ്ധിമുട്ടാണ്. മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടാണ് കൗമാരപ്രായക്കാർക്കും സ്ത്രീകൾക്കും. അപ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കൃത്യമായ മാസമുറ വരണമെങ്കിൽ, മാസമുറ എന്ന് പറഞ്ഞാൽ പണ്ടെല്ലാവരും പറയും അശുദ്ധ രക്തം പുറത്തു പോകുന്നതാണെന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ഗർഭപാത്രത്തിനകത്തുള്ള പാട പുറത്തു പോകുന്നതാണ്, എല്ലാ മാസവും പൊഴിഞ്ഞ് കുറച്ച് രക്തത്തിൻ്റെ കൂടെ പുറത്തു പോകുന്നതാണ് മാസമുറ എന്ന് പറയുന്നത്. ഈ മാസമുറ നടക്കണമെങ്കിൽ ഒരു കാര്യം കൃത്യമായി നടക്കണം. അതായത് നമുക്ക് സ്ത്രീകൾക്ക് 2 അണ്ഡാശയമാണുള്ളത്. ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് ഒരണ്ഡം കൃത്യമായി ഒരു 20 മില്ലിമീറ്റർ, അതായത് 2 സെൻറ്റിമീറ്റർ വരെ വളരുകയും 14 ദിവസമാകുമ്പോൾ അത് അണ്ഡം പൊട്ടി പുറത്തു പോവുകയും അത് കഴിഞ്ഞ് ഒരു 24-26 ദിവസമാകുമ്പോൾ അണ്ഡം അങ്ങ് തനിയെ പൊഴിഞ്ഞു പോകുന്നു എന്ന് നമ്മളൊരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയും. പക്ഷേ അത് തനിയെ അങ്ങ് ഇല്ലാതാവുകയും ചെയ്യും. ഇത് സംഭവിച്ചാൽ മാത്രമേ
കൃത്യമായ ഹോർമോൺ നമുക്ക് ശരീരത്തിലുണ്ടാവും. അണ്ഡം വളർന്ന് 2 സെൻറ്റിമീറ്റർ ആകുന്നതും വരെ ആവശ്യത്തിനുള്ള ഈസ്ട്രജൻ എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ഹോർമോൺ ഉണ്ടാവും. പൊട്ടിക്കഴിയുമ്പോൾ പ്രൊജസ്ട്രോൺ ഉണ്ടാവും. ഇത് രണ്ടും ഒരു സന്തുലിത അവസ്ഥയിലുണ്ടെങ്കിൽ മാത്രമേ മാസക്കുളി വരികയുള്ളൂ. പോളിസിസ്റ്റിക് ഓവറിയിൽ സംഭവിക്കുന്നത് എന്താണ്? ഒന്നുകിൽ അണ്ടോൽപാദനമേ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഈ അണ്ഡം വളർന്ന് പൊട്ടുന്നില്ല. അതൊരു 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ, 2 സെൻറ്റിമീറ്ററിലാണ് പൊട്ടുന്നത്, 1 സെൻറ്റിമീറ്റർ 1.25 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ വളർച്ച മുരടിച്ചു പോകുന്നു. അപ്പോൾ അണ്ഡം പൊട്ടാത്തിടത്തോളം കാലം പ്രൊജസ്ട്രോൺ ഉണ്ടാവുകയില്ല. പ്രൊജസ്ട്രോൺ ഉണ്ടായാൽ മാത്രമേ മാസമുറ വരികയുള്ളൂ. അപ്പോൾ ഇവരുടെ മാസമുറയിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇതിന് എന്താണ് ചികിത്സ? മാസമുറക്കാർ കൃത്യമായിട്ട് വരാനുള്ള ചികിത്സ കുറച്ച് നാളത്തേക്ക് ഡോക്ടർമാർ തരും. പക്ഷേ കൃത്യമായ നമുക്കൊരു അതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ നമ്മൾ നല്ലപോലെ എക്സസൈസ് ചെയ്യണം. ഇത് ആർക്കാണോ ഉള്ളത് അവർ കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം. കണ്ട കടച്ചാണി ആഹാരങ്ങളിൽ നിന്ന് നമ്മൾ പറയും, അതായത് ബേക്കറി ഐറ്റംസ്, പിസ്സ, പാസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരം വീട്ടിലുണ്ടാക്കുന്ന സന്തുലിത ആഹാരം, ബാലൻസ് ഡയറ്റ് കഴിക്കണം. അത് കഴിക്കുകയും മൊബൈലിൻ്റെ മുമ്പിലും ടി വിയുടെ മുമ്പിലും കുത്തിയിരിക്കാതെ കുറച്ച് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് തനിയെ തന്നെ ഇത് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. നന്ദി, നമസ്കാരം.